എല്ലാവർക്കും നമസ്കാരം. ഞായറാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് 1201 ആണ്ട് ചിങ്ങമാസം 29 തീയതി. ചിങ്ങമാസം അങ്ങനെ തീരുകയാണ്. എല്ലാ വർഷവും നമ്മൾ കാത്തിരിക്കുന്ന ചിങ്ങമാസമാണ്. കാരണം ഓണമാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഓണമെല്ലാം തീർന്ന് നമ്മൾ വിശേഷങ്ങൾ, അഷ്ടമി രോഹിണി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടന്ന് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരവസരമാണിത്. സന്തോഷത്തിൻ്റെ മാസമാണ് ഈ കൊയ്ത്തുകാലമായ ചിങ്ങമാസം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫലമൊന്ന് പരിശോധിക്കാം. നമുക്ക് മേടക്കൂറുകാരുടെ ഫലമാണ് ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ചില ദോഷങ്ങൾ കൂടുതലായി അനുഭവപ്പെട്ടേക്കാം. മനക്ലേശമുണ്ടാവുകയും അപമാനിതരാകാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പൊതുവായ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ളവർക്കും ഒക്കെ ഇന്ന് വളരെ പ്രതികൂലമായൊരു ദിവസമായിരിക്കും. ഇന്ന് കലഹത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് കുടുംബാംഗങ്ങളുമായി കലഹിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങളുമായി കലഹിച്ചാലുണ്ടാകുന്ന പ്രശ്നം, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് സംഘർഷമുള്ളതുകൊണ്ട് നമ്മൾ എല്ലാവരോടും ഇൻഡിഫറൻ്റായിട്ട് അല്ലെങ്കിൽ കുറച്ച് വിപരീതമായിട്ട് പെരുമാറാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രവൃത്തി മുഴുവനും കലുഷിതമാകും എന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി, വളരെ കണക്കുകൂട്ടലോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വരാധീനം അത്യാവശ്യമാണ്. ഇന്ന് ഗണപതിയെ പ്രാർത്ഥിക്കുക, ശനൈശ്ചരനെയും ശാസ്താവിനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുക. എല്ലാ മതക്കാരും അല്ലെങ്കിൽ എല്ലാ വിശ്വാസികളും അവരവരുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥിക്കുക. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. യൂണിഫോം ധരിക്കുന്ന എല്ലാ അധികാരത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്കൊക്കെ ഇന്ന് കുറച്ച് സംഘർഷങ്ങളുണ്ടാകുമെങ്കിലും കാര്യങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായി കാണുന്നു. സാമ്പത്തിക നിക്ഷേപം നടത്താനായി ഇന്ന് വളരെ നല്ല ദിവസമായിരിക്കും. എന്നാൽ വൈകുന്നേരത്തോടു കൂടി ചില ഇടിവുകൾ കാണുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി കണക്കുകൂട്ടലോടുകൂടി മുമ്പോട്ട് പോയാൽ നഷ്ടം ഉണ്ടാകുന്നതല്ല. ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ശാസ്ത്രീയമായ രംഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ടെക്നോളജിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ഉത്സാഹഭരിതമായൊരു ദിവസമാണ്. ഇന്ന് പ്രോജക്റ്റുകൾ പുതിയത് വരാനും അതേപോലെ അത് സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പോസിറ്റീവ് ആയിട്ടുള്ള അനുകൂലമായ മറുപടികളൊക്കെ ഉണ്ടാകുന്നതുമാണ്. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി തന്നെ കാണുന്നു. ചില സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. കൊടുക്കൽ വാങ്ങലുകൾക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ അനുകൂലമായിരിക്കുകയില്ല. അതേപോലെ ഭക്ഷ്യവിഷബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് പുറത്തു നിന്നുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കി സ്വന്തം ഗൃഹത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കേണ്ടതാണ്. ഇന്ന് ഫാസ്റ്റ് ചെയ്താലും തരക്കേടില്ല. ഇന്ന് വൈകുന്നേരം ഭക്ഷണം ഒഴിവാക്കിയാലും നല്ലതാണ്. ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വന്നു ചേരാം. മാനസികമായി പ്രയാസത്തിലിരിക്കുന്നവർക്ക് അത് അധികരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഈശ്വരാധീനമുണ്ടെങ്കിൽ ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോയാൽ ഈ വക കാര്യങ്ങളൊന്നും സംഭവിക്കുകയില്ല. ഇനി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധ വയ്ക്കേണ്ടത് ഇന്നത്തെ ദിവസം ആവശ്യമില്ലാതെ ആരുടെയും കാര്യത്തിൽ ഇടപെടാതെ ഇരിക്കുക. അതുപോലെ ജാമ്യം നിൽക്കാനായി ഒപ്പിടാതെ ഇരിക്കുക. അതുപോലെ വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളാതെ ഇരിക്കുക. ഇതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും എല്ലാ തൊഴിൽ ചെയ്യുന്നവർക്കും ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് വളരെ അനുകൂലമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായി ചില പ്രതീക്ഷകൾ കൈവരുന്ന ദിവസമാണ്. ചിലവുകൾ കുറയുന്ന ഒരു ദിവസമാണ്.
പല ഇഷ്ടപ്പെട്ട വസ്തുക്കളും വാങ്ങാനായിട്ട് ലാഭകരമായി വാങ്ങാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായി കാണുന്നു. എന്നാൽ കൈത്തൊഴിൽ ചെയ്യുന്നവർക്ക്, ആയുധങ്ങൾ കൊണ്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് വളരെ അത്ര തന്നെ സന്തോഷകരമായൊരു ദിവസമായിരിക്കുകയില്ല. സാമ്പത്തികമായി ചില പ്രതിസന്ധികൾ അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് അർഹിക്കുന്ന ശമ്പളം കിട്ടാതെ വന്ന് വിഷമം ഉണ്ടാകുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഈശ്വര പ്രാർത്ഥന എല്ലാവർക്കും എല്ലാത്തിനും പരിഹാരമാണ്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായി കാണുന്നു. എന്നാൽ ചില ഭാഗ്യദോഷങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്നത് നന്നായിരിക്കും. അവരവരുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥനകളിൽ മുഴുകാവുന്നതാണ്. ദീർഘയാത്രയ്ക്ക് പോകുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നില്ല. യാത്ര പുറപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വരുന്ന ദിവസം ഏതെങ്കിലും വിദേശ യാത്രയോ അല്ലെങ്കിൽ വിദേശ ജോലിക്കോ അല്ലെങ്കിൽ വിദേശ സംബന്ധമായ ഏതെങ്കിലും കാര്യത്തിന് തീരുമാനമെടുക്കാനായി ഇരിക്കുന്നവർക്ക് ഇന്ന് അത്ര അനുകൂലമായൊരു ദിവസമല്ല. ഒരു ദിവസം കൂടി മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും. ധാരാളം ജോലികൾ ഒരുമിച്ച് ചെയ്യുന്നവർ, അതായത് മൾട്ടിപ്പിളായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് വളരെ നിരാശാവഹമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ ബിസിനസ്സുകാർക്ക് ഒരേ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നവർക്ക്, സ്വർണ്ണക്കട അല്ലെങ്കിൽ വെള്ളിക്കട അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇന്ന് വളരെ ലാഭകരമായൊരു ദിവസമായി കാണുന്നു. ഊഹക്കച്ചവടക്കാർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നില്ല. ദീർഘനാളായി ആഗ്രഹിച്ചിരുന്ന പല ആഗ്രഹങ്ങളും നടപ്പിലാക്കാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് തീർച്ച ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. തീർപ്പ് കൽപ്പിക്കാൻ പറ്റിയ ഒരു ദിവസമാണ്. ഇഷ്ടപ്പെട്ട ആളുകളുമായി കണ്ടുമുട്ടാനും ഇഷ്ടജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമൊക്കെ നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ പുതിയ കൂട്ടുകെട്ടുകളിൽ ഏർപ്പെടുന്നവർ വളരെ ശ്രദ്ധിക്കുക. ചില തെറ്റായ ആൾക്കാരുമായി ബന്ധപ്പെടുകയും ധനനഷ്ടം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഗുണഫലമാണ് ഉണ്ടാകുന്നത്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ദീർഘനാളുകളായി മുടങ്ങിക്കിടന്നിരുന്ന പല പല കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദിവസമാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ ധാരാളം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. കച്ചവടക്കാർക്ക് അനുകൂലമായൊരു ദിവസമാണ്. എന്നാൽ ചില വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമല്ല. കച്ചവടക്കാർക്കാണ് ഉദ്ദേശിക്കുന്നത്. ചില കച്ചവടക്കാർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമല്ല. അതേപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നില്ല. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് സെലക്ഷൻ കിട്ടാനും അതേപോലെ അംഗീകാരങ്ങൾ ലഭിക്കാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായി കാണുന്നു. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായ ഒരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്തരമുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക് അത്ര തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. ദീർഘയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ വന്ന് ഭവിക്കുന്നതായിട്ട് കാണുന്നു. വാഹനാദികൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പണച്ചെലവുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതൊഴിച്ചാൽ ഇന്ന് വളരെ ഗുണകരമായൊരു ദിവസമായിരിക്കും. കുറച്ച് നാളായി മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സമാധാനപരമായ തീരുമാനമുണ്ടാകുന്ന ഒരു ദിവസമാണ്. കെട്ടിടം നിർമ്മിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കെട്ടിടം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിലും ചില ആശ്വാസകരമായ മറുപടി ലഭിക്കുന്നതാണ്.
ചില പ്രതീക്ഷകൾ സഫലമാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഇന്നത്തെ ദിവസം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണാധിക്യമുള്ള ദിവസമാണ്. എന്നാൽ ചില കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. ബന്ധുവിരഹവും കാണുന്നുണ്ട്. അതൊഴിച്ചാൽ സാമ്പത്തികമായിട്ട് വളരെയധികം ആശ്വാസകരമായൊരു ദിവസമായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമാണ്. പ്രത്യേകിച്ച് എഴുത്തുകാർക്ക്, കലാകാരന്മാർക്കൊക്കെ ഇന്ന് നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ശാന്തമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചില അശാന്തിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈവിക കാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അസ്വസ്ഥതകൾ ഉണ്ടാകാനായി സാധ്യതയുണ്ട്. ചെറിയ പൊള്ളലുകൾ, മുറിവുകൾ ഒക്കെ ഈ കൂട്ടർക്ക് സംഭവിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. അധികാരമുള്ള ജോലി ചെയ്യുന്നവർക്കും അതേപോലെ രാഷ്ട്രീയ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്ന് അത്ര തന്നെ ഗുണകരമായൊരു ദിവസമായിരിക്കുകയില്ല. വൈകുന്നേരത്തോടുകൂടി എല്ലാത്തിനും ഒരു മാറ്റം വരുന്നതാണ്. എങ്കിലും ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഈശ്വരനെ മനസ്സുറ്റ് പ്രാർത്ഥിക്കുക, മുൻപോട്ട് പോവുക, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കാം. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖംകാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി തന്നെയാണ് കാണുന്നത്. എന്നാൽ ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. കടം കൊടുക്കുക, കടം വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്ന് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ബന്ധുജനങ്ങളെ സന്ദർശിക്കാനും ബന്ധുഗ്രഹങ്ങളിൽ പോകുവാനും അവരുമായി നല്ല സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇന്ന് പൊതുവെ വൃശ്ചികക്കൂറുകാർക്ക് അത്ര ദോഷകരമായ ദിവസമായിരിക്കുകയില്ല. ഉദരരോഗമുള്ളവർക്കത് അധികരിക്കാനായിട്ട് സാധ്യത കാണുന്നു. സർജറിക്ക് ഒരുങ്ങുന്നവർക്കും അത് വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അതേപോലെ ദീർഘയാത്രയ്ക്ക് പ്ലാൻ ഇടുന്നവർക്കും വളരെ അനുകൂലമായ ഒരു തീരുമാനം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ഇഷ്ടജനങ്ങളുമായി സംസർഗത്തിലേർപ്പെടുവാനും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും പുതിയ ഓഫറുകൾ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങാനായിട്ടുള്ള ക്ഷണം ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ ഉച്ചയ്ക്ക് ശേഷം ആലസ്യത്തിൻ്റെ ദിവസമാണ്. കാര്യങ്ങളെല്ലാം മുടങ്ങുന്ന ദിവസമാണ്. ബിസിനസ്സുകാർക്ക് ഇന്ന് അത്ര നല്ല ദിവസമായി കാണുന്നില്ല. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായൊരു ദിവസമായി കാണുന്നില്ല. ഇനി അതുപോലെ വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് കുറച്ചുകൂടി ആലോചിച്ചിട്ട് തീരുമാനമെടുക്കേണ്ടതായി കാണുന്നു. ഇന്നത്തെ ദിവസം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് നല്ല ദിവസമായി കാണുന്നില്ല. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. എന്നാൽ ധനനഷ്ടത്തിന് സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ധന ഇടപാടുകൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം കൊണ്ടുപോകാനായിട്ട്. അതേപോലെ കടം വാങ്ങുന്നതിന് നല്ല ദിവസമല്ല. ബന്ധുമിത്രാദികളുമായി ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതേപോലെ വിദേശത്തുള്ളവരുമായി ഉള്ള ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടുന്ന ഒരു ദിവസമാണ്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അത്ര അനുകൂലമായൊരു സമയമായിരിക്കുകയില്ല. ട്രാവൽ ഏജൻസികൾ പോലെയുള്ള ബിസിനസ് നടത്തുന്നവർക്കും വാഹനങ്ങൾക്ക് റിപ്പയർ അല്ലെങ്കിൽ ചില ധനനഷ്ടം, ചില കലഹം ഒക്കെ വന്നു ഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചില മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് കാണുന്നു. എന്നാൽ ബിസിനസ്സുകാർക്ക് അത്ര തന്നെ മോശമായ ഒരു ദിവസമായിരിക്കുകയില്ല. വൈകുന്നേരത്തോടുകൂടി നല്ല ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്.
കുംഭക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കൂടുതലായി കാണുന്നത്. ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് യാത്രയ്ക്ക് പുറപ്പെടാനുള്ള ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന്. പുതിയ തീരുമാനങ്ങൾ എടുക്കാനായിട്ടിരിക്കുന്ന ഏത് വിഷയത്തിലായാലും, വിവാഹ കാര്യത്തിലായാലും, കെട്ടിട നിർമ്മാണത്തിലോ അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും പ്രോജക്റ്റുകളിൽ മുഴുകാനുമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസമായിരിക്കും. ഇന്ന് സാമ്പത്തികമായി മാന്ദ്യം അനുഭവിച്ചിരുന്നവർക്ക് ആശ്വാസകരമായ ഒരു മറുപടി ലഭിക്കുന്ന ദിവസമാണ്. കുടുംബാംഗങ്ങളുമായി വളരെ സ്നേഹത്തോടു കൂടിയും സഹകരണത്തോടു കൂടിയും പോകുവാനായി സാധിക്കും. സന്താനങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയ്ക്ക് അയവ് വരുന്ന ദിവസമാണ്. എന്നാൽ ബാക്ക് പെയിൻ, അതുപോലുള്ള കഴുത്ത് വേദന, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുള്ളവർക്ക് വളരെ ക്ലേശകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അതൊഴിച്ചാൽ മറ്റ് ചില കാര്യങ്ങളിൽ ദൈവാധീനമുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ആലസ്യത്തിൻ്റെ ദിവസമാണ്. ചില കുടുംബ കലഹങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി പ്രതീക്ഷ ഉണ്ടായിരുന്നതൊക്കെ നടപ്പിലാകുന്ന ദിവസമാണെങ്കിലും വളരെയധികം ആങ്സൈറ്റിയും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. വാഹനം ഓടിച്ച് വളരെയധികം ദൂരം പോകുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാക്കിയേക്കാം. കാലുവേദന, വെരിക്കോസ് വെയിൻ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ അത് കൂടുന്നതായിട്ട് കാണുന്നു. ഉറക്കത്തിൻ്റെ കുറവ് മൂലം ചില ക്ഷീണവും പ്രയാസങ്ങളുമൊക്കെ അനുഭവപ്പെട്ടേക്കാം. അതൊഴിച്ചാൽ മറ്റ് ചില നല്ല കാര്യങ്ങൾ, നല്ല പ്രതീക്ഷകൾ ജീവിതത്തിൽ വരുന്ന ഒരു ദിവസമാണ്. വൈകുന്നേരത്തോടു കൂടി ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു അയവ് വരുത്തുന്ന ദിവസമാണ്. ദീർഘകാലമായി കാത്തിരുന്ന ചില സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ വന്നു ചേരാനായിട്ട് സാധ്യത കാണുന്നു. പുതിയ പ്രതീക്ഷകളും ഉടലെടുക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഫലം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ നമസ്കാരം പറയുന്നു.